ADGPയെ മൗനം കൊണ്ട് മുഖ്യമന്ത്രി പിന്തുണയ്ക്കുമ്പോഴും മയമില്ലാതെ പരസ്യ വിമർശനത്തിലേക്ക് കടക്കുകയാണ് PV അൻവർ. ADGPയെ ചുമതലകളിൽ നിന്ന് മാറ്റുന്നത് അന്വേഷണത്തിലൂടെ തീരുമാനിക്കട്ടെ എന്ന ആദ്യവാദം മാറ്റി സ്ഥാനചലനമില്ലാതെ അന്വേഷണം കാര്യക്ഷമമാകില്ലെന്നാണ് ഭരണപക്ഷ MLAയുടെ നിലപാട്. അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ മാത്രം പോരാ, അദ്ദേഹത്തിന്റെ ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ കൃത്യമായി ഇന്റലിജൻസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നിരീക്ഷിക്കണമെന്ന് കൂടിയാണ് എനിക്ക് ഈ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെയുള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് ആവർത്തിച്ച അൻവർ കേരളത്തിൽ രാഷ്ട്രീയ അട്ടിമറി നടത്താൻ അജിത് കുമാർ ശ്രമിച്ചെന്നും ആരോപിക്കുന്നു. കേരളം സത്യമറിയാൻ കാതോർത്തിരുന്ന ചില കേസുകൾ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഗവൺമെന്റിനെ, ഒരു മുന്നണിയെ, പാർട്ടിയെ പോലും ബാധിക്കാൻ സാധ്യതയുള്ള കേസുകൾ, നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ അത്തരം കേസുകൾ ക്ലോസ് ചെയ്യുമ്പോൾ അന്തം വിട്ട് നിന്ന ചില കേസുകളുണ്ട്. മുഖ്യമന്ത്രിയുടെ വീട്ടുജോലിക്കാരിയുടെ ഫോൺ റെക്കോർഡ് ഉൾപ്പെടെ ചോർത്തിയെന്ന ആരോപണവും ഉയർത്തുന്നു. ഈ ടെലിവിഷൻ ചാനലിലെ വലിയ ആങ്കർമാരുടെ പരിചയമുള്ള ശബ്ദങ്ങളുണ്ട്, ഇതവന് കേൾപ്പിച്ചു കൊടുക്കുന്നത്. ഞങ്ങളുടെ അവസാനത്തെ ഡയലോഗ് എന്താ അറിയോ? മുഖ്യമന്ത്രിന്റെ വീട്ടിൽ അടിച്ചു വാരുന്ന സ്ത്രീന്റെ ശബ്ദം വരണ്ടോ, നിനക്ക് കേൾക്കണോ? MLA നിരന്തരം ആരോപണ ശരങ്ങൾ ഉയർത്തുമ്പോഴും ADGPക്കായി സംരക്ഷണ കവചമൊരുക്കുകയാണ് സർക്കാർ. വർഗശത്രുക്കളെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന RSSനെ ഇതിനായി സ്പീക്കർ പ്രശംസിച്ചു. ഒരു ഉയർന്ന പോലീസ് ഓഫീസർ ഒരു RSS നേതാവിനെ കാണുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ സുഹൃത്താണ് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ അതിനകത്തൊന്നും വലിയ ഗൗരവമായി കാണേണ്ട കാര്യമൊന്നുമില്ല. അതെ, അതിനകത്തൊരു വലിയ ഗൗരവമായി കണ്ട RSS ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു. അതിനകത്ത് വലിയ അപാകതയെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പീക്കറിന്റെ വാക്കുകൾ വാർത്തയും ചർച്ചയുമായി. എന്നാൽ പറഞ്ഞ പ്രശംസ മാധ്യമങ്ങളെ വീണ്ടും കണ്ടപ്പോഴും തിരുത്താൻ തയ്യാറാകാതെ ഒഴിഞ്ഞുമാറി. അൻവറിനെ പാർട്ടി ഇതുവരെ പൂർണ്ണമായി തള്ളി പറഞ്ഞിട്ടില്ല. എന്നാൽ അൻവറിന് പിന്നിൽ കണ്ണൂരിലെ നേതാവല്ലെന്ന് പാർട്ടി സെക്രട്ടറി ആവർത്തിക്കുന്നു. PV അൻവറിന്റെ ആരോപണങ്ങൾക്കും തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകൾക്കും പിന്നാലെ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്ത സർക്കാരിന് പക്ഷേ ADGPയുടെ കാര്യത്തിൽ മിണ്ടാട്ടമില്ല. ആരോപണങ്ങൾ തുടരുന്ന അൻവർ ഇനിയും തെളിവുകളുണ്ടെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.